നമസ്കാരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഞാൻ സ്ട്രെസ്ഡ് ആണ്, എനിക്ക് പേടിയാണ്, എനിക്ക് ടെൻഷനാണ്, അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ്, അല്ലേ? പക്ഷേ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും അതേപോലെ ഡിപ്രഷനും ചെറിയ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അത് സിവിയർ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ റുട്ടീനായിട്ടുള്ള നമ്മുടെ ലൈഫിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയ പ്രോബ്ലമാണ്. സോ അതുകൊണ്ട് ഈവൻ ഇത് മൂന്നും സെയിം അല്ല, മൂന്നും സിംറ്റംസും ഡിഫറെൻ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ റുട്ടീനായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം അത് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രഷറാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന മെയിനായ സൈനാണ് ഹെഡേക്ക്. അതിൻ്റെ കൂടെ നമ്മൾ ഇറിറ്റബിൾ ആയിരിക്കും, നമ്മളാകെ ഡിസ്കംഫർട്ട് ആയിരിക്കും. സോ ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് അധികം നേരം ഉണ്ടാകുകയുമില്ല. ആ ഒരു കാര്യം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ മാറുകയും ചെയ്യും. ഇനി എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള വറീസിൽ നിന്നും അതേപോലെ തന്നെ ഓവറായിട്ടുള്ള ഫിയറിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തി എപ്പോഴും പറയുന്നതായിരിക്കും, എനിക്ക് പേടിയാണ്, ഒരു കാര്യം ചെയ്യാൻ പേടിയാണ്, ഫേസ് ചെയ്യാൻ പേടിയാണ്, സദസ്സിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്, എനിക്കൊരു സ്ഥലത്ത് പോകാൻ പേടിയാണ്. സോ ഇതൊക്കെ ആങ്സൈറ്റി ഉള്ള വ്യക്തി എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആങ്സൈറ്റി ഉള്ള വ്യക്തികളിൽ കാണുന്ന സിംറ്റംസ് ആണ്. അവർ ഒന്നുകിൽ ഒരു കാര്യം പേടിയുള്ള കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യുമ്പോഴോ അവരുടെ ഹാർട്ട് റേറ്റ് കൂടും, അതേപോലെ അവർക്ക് ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാകും, അതേപോലെ അവർ ഡിസ്കംഫർട്ട് ആയിരിക്കും, വെരി ഇറിറ്റബിൾ ആയിരിക്കും, പിന്നെ എപ്പോഴും ഇത് ശരിയാകോ എന്നുള്ളൊരു ചിന്തയുണ്ടാകും. സോ ഇതൊക്കെയാണ് ആങ്സൈറ്റി ഉള്ള വ്യക്തികൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്താണ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് പല സ്റ്റേജിലുണ്ട്. ഡിപ്രഷൻ ആയ വ്യക്തികൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാനും തോന്നൂല, എപ്പോഴും ഉറക്കമായിരിക്കും, ലാക്ക് ഓഫ് എനർജി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലായിരിക്കും. ഈവൻ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിൽ കാണുന്നതാണ് ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ് ആൻഡ് ഹെൽപ്ലെസ്നെസ്. ഓക്കെ, നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, നമുക്ക് നമ്മളെ തന്നെ വിലയില്ലാത്ത അവസ്ഥ, നമുക്കൊരു ഹെൽപ്പ് ഇല്ലാത്ത അവസ്ഥ. സോ ഇതൊക്കെയാണ് ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു ക്ലയൻസിൽ കാണാൻ പറ്റുന്നത്. ഈവൻ ഇങ്ങനെ ഉള്ള സിംറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സൂയിസൈഡൽ തോട്ട്സും അധികമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മൈൽഡ് ഫോം ആയിരിക്കും. നമ്മൾ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് മൂന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സിംറ്റംസ്. ഇനി നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിൻ്റെയൊക്കെ മൈൽഡ് ഫോം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് സിവിയർ ആകാതെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിലെ സ്ട്രെസ് എന്താണോ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള സ്ട്രെസ്സേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമുക്ക് മാറ്റാം. രണ്ടാമത്, ഡെയിലി ഗോ ഫോർ എ വാക്ക്. പ്രകൃതിയിൽ ഒരു വാക്ക്, അത് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ട്. അതായത് നമുക്ക് ഫണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ടുമായിട്ട് ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഡെയിലി സംസാരിക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അത് നമ്മുടെ ഇങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസൊക്കെ കുറയ്ക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില തോട്ട്സ് വരുമ്പോൾ അതിനെ തന്നെ ചലഞ്ചിങ് ആക്കുക. അതായത് നമ്മൾ തന്നെ അതിനോട് ചോദിക്കുക, ഇത് എന്ത് തോട്ടാണ്, ഇതിപ്പോൾ ചെയ്യണതാണോ, അതോ ഞാനിത് ഈ തോട്ടിനെ കണ്ടിന്യൂ ചെയ്യണോ? സോ അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ തോട്ടിനോട് തന്നെ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻസ് സിവിയർ ആയി പോകാതെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് ഇങ്ങനെ ഉള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്, ഈവൻ സ്ട്രെസ്, അതേപോലെ ആങ്സൈറ്റി, അതുപോലെ ഡിപ്രഷൻ, ഇത് ഏതെങ്കിലും അവസ്ഥയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നെങ്കിൽ, അതായത് നമുക്ക് അതിനെ നമ്മുടെ റുട്ടീൻ ലൈഫ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ട്. സോ ഈ മൂന്നും എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് സ്ട്രെസ് ആണോ അതോ എനിക്ക് ആങ്സൈറ്റി ആണോ അതോ ഡിപ്രഷൻ ആണോ എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്